വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നതിൽ പഠനം വേണമെന്ന കൊച്ചി മെട്രോയുടെ തൂണുകൾക്കോ പാളത്തിനോ കേടുപാടുകൾ സംഭവിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക. പഠനം നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കൊച്ചി മെട്രോ കളക്ടർക്ക് കത്ത് നൽകി. സ്ഫോടനത്തിലൂടെ ആർമി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നതിലെ പ്രധാന വെല്ലുവിളി വൈറ്റിലയിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്കുള്ള മെട്രോ റെയിലാണ്. ഫ്ളാറ്റും മെട്രോ തൂണുകളും തമ്മിൽ ചെറിയ അകലം മാത്രമാണുള്ളത്. തൂണുകൾക്കോ പാളത്തിനോ ആഘാതമേൽക്കുമോ എന്നാണ് പ്രധാന ആശങ്ക. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി പഠനം നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കൊച്ചി മെട്രോ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് കത്തും നൽകിയിട്ടുണ്ട്. 28 നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു മാറ്റുന്നത്. മരടിൽ ഫ്ളാറ്റ് പൊളിക്കുന്നതിന് നേതൃത്വം നൽകിയ വിദഗ്ധർ സ്ഥലത്ത് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. മെട്രോയ്ക്ക് യാതൊരു തരത്തിലും ആഘാതമുണ്ടാകില്ലെന്ന് അന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ആർമി ഫ്ളാറ്റ് സമുച്ചയത്തിന് മരടിലെ ഫ്ളാറ്റുകളേക്കാൾ ഉയരം കൂടുതലാണ്. അതിനാൽ മരടിലെ ഫ്ളാറ്റുകളുടെ മാതൃകയിൽ ഇതും പൊളിക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇതെല്ലാം കണക്കിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കൊച്ചി മെട്രോയുടെ പ്രധാന ആവശ്യം. മെട്രോ കടന്നു പോകുന്നതിന് തൊട്ടടുത്താണ് ആർമി ഫ്ളാറ്റിന്റെ 28 നിലകളുള്ള 2 സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ മെട്രോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുമോ എന്നാണ് പ്രധാന ആശങ്ക. ഈ ആശങ്ക പഠനത്തിലൂടെ പരിഹാരം കാണണമെന്നാണ് മെട്രോയുടെ ആവശ്യം. ക്യാമറമാൻ അഖിഷായോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.